ഈ മാനാഞ്ചിറ സ്ക്വയർ ദീപാലങ്കൃതമാക്കിയിട്ടാണ് ലോക ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രചരണം ദീപാലങ്കൃതമായതിനു ശേഷം ഈ മാനാഞ്ചിറ സ്ക്വയർ മാറുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള കോഴിക്കോട്ടുകാർ തന്നെ അതാതിടങ്ങളിൽ ദീപാലങ്കൃതമായ മാനാഞ്ചിറ സ്ക്വയറിലെ കോഴിക്കോടിൻ്റെ ജനങ്ങളുടെ ഐക്യം പ്രചരിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം ദീപാലങ്കൃതമായ മാനാഞ്ചിറ സ്ക്വയറിൽ രൂപപ്പെടുകയും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കാൻ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ചിത്രം പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് കോഴിക്കോട് ജില്ലയിൽ നിന്നും മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. എല്ലാ വർഷവും കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ദീപാലങ്കൃതമായി പുതുവർഷത്തെ സ്വീകരിക്കും എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2026 കോഴിക്കോടിനുള്ള സമ്മാനമായി മാനാഞ്ചിറയെ കുടിവെള്ളം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന നിലവിലുള്ള അവസ്ഥയിൽ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ കൂടി മാനാഞ്ചിറയിൽ ഉണ്ടാകുന്ന പ്രവർത്തനം സർക്കാർ ആരംഭിച്ചു എന്നുള്ള വിവരം പ്രത്യേകം അറിയിക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ സന്ധ്യാ സമയത്ത് ഒരു പ്രത്യേക സമയം നോക്കി ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ ദീപാലങ്കൃതമായ മാനാഞ്ചിറ സ്ക്വയർ ഈ 10 ദിവസം ആസ്വദിക്കുന്നത് പോലെ എല്ലാ ദിവസവും കോഴിക്കോട് നഗരവാസികൾക്കും മറ്റിടങ്ങളിലുള്ളവർക്കും മ്യൂസിക്കൽ ഫൗണ്ടൻ ആസ്വദിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് നഗരത്തെ മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട 12 റോഡുകൾ നല്ല വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കുവാൻ വേണ്ടി സർക്കാർ ഫണ്ട് അനുവദിച്ചതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ റോഡും ഡിസൈൻ റോഡുകളാണ്. മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടുന്നു. പുതുവത്സര സമ്മാനമായി നമുക്ക് കോഴിക്കോട് നഗരത്തിന് ആ റോഡ് സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ തൊട്ട പിറകിലുള്ള ഈ മിഠായിത്തെരുവ് ജംഗ്ഷൻ മുതൽ നേരെ പാവങ്ങാട് വരെ ടൗൺ ഹാളിൻ്റെ മുന്നിലൂടെ പോയി മലബാർ ക്രിസ്ത്യൻ കോളേജിലൂടെ നടക്കാവ് മാർക്കറ്റിൻ്റെ മുകളിൽ പോളിടെക്കിൻ്റെ മുന്നിലൂടെ പാവങ്ങാട് എത്തുന്ന റോഡ് ഉൾപ്പെടെ ഈ നവീകരിക്കുന്ന 12 റോഡുകളുടെ പട്ടികയിലുണ്ട്. എല്ലാം ഡിസൈൻഡ് റോഡുകളാണ്. അതോടൊപ്പം കേരളത്തിൽ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലഗതാഗത പാത അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കനാൽ സിറ്റി എന്ന കനാലിൻ്റെ നവീകരണം. ആ ദിവസങ്ങളിലെ സന്തോഷം ജനങ്ങളുടെ ആകെ സന്തോഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും നവവത്സര ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന മനോഹരമായ ദൃശ്യവിരുന്നിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്. ലോകമെമ്പാടും പുതുവത്സരം ആഘോഷിക്കുമ്പോൾ പ്രകാശത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ മഹാസംഗമത്തിൽ കോഴിക്കോടും പങ്കുചേരുന്നു. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി.
കേക്ക് മുറിച്ചുകൊണ്ട് ബഹുമാന്യനായ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ആൾക്കാരുണ്ട്. ആൾക്കാർ ഇപ്പുറത്ത്